സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നിലവിലിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വന്ന് നമ്മളോട് പറയുന്നത് അങ്ങനൊരു കത്ത് കൊടുത്തിട്ടില്ല, നിർബന്ധിതമായി എന്നാണ് പറയുന്നത്. എന്ത് നിർബന്ധിതമാണുള്ളത്? അതാണ് രണ്ടാമത്തെ നുണ. ഞാൻ നുണ എന്ന് പറയുന്ന കാര്യം സത്യമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, വാസ്തവ വിരുദ്ധമായതുകൊണ്ടാണ്. രണ്ടാമത്തെ നുണ എന്താ? രണ്ടാമത്തെ നുണ നിർബന്ധിതമാണ്. നിർബന്ധിതമാണ് എന്ന് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഉണ്ടോ? മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിലെ മുഴുവൻ പേജുകളും ഞാൻ അരിച്ചുപറിക്കി നോക്കി. ഇത് ഒരിക്കൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് മാൻഡേറ്ററി, ഇരു പാർട്ടികളും അത് നിർബന്ധമായും അനുസരിച്ചു കൊള്ളണമെന്നല്ല, തിരിച്ചാണുള്ളത്. കേന്ദ്ര സർക്കാരിന് 30 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് വേണമെങ്കിൽ ഈ പദ്ധതി ഒഴിവാക്കാം. എത്ര ദിവസത്തിനുള്ളിൽ ഈ പദ്ധതി ക്യാപ്റ്റൻ അബൈൻസിൽ വെച്ചിരിക്കുന്നത്? ഒക്ടോബർ 23 ഒപ്പിട്ട പദ്ധതി നവംബർ 12 മരവിപ്പിക്കുന്നു. ആകെ കിട്ടിയ ദിവസം എത്രയാ? 19-20 ദിവസം എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രീ കണ്ടീഷനായി 30 ദിവസം പോലും ആയിട്ടില്ല. ഈ പദ്ധതി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ ലീഗൽ സാങ്ക്ടിറ്റി 20 ദിവസം മാത്രമായിരുന്നു. ഓൺലി 20 ഡേയ്സ്. സ്മൃതി, ആ 20 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു? PMCയിൽ നിന്നാണ് ആ പൈസ കിട്ടിയിട്ടില്ല, കിട്ടൂല. അത് ഞാൻ മൂന്നാമത്തെ കാര്യം പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത് പറഞ്ഞ നുണ എന്താ? നിർബന്ധിതമാണ്. അങ്ങനെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഇല്ല. രണ്ടാമത്തെ കാര്യം, നിർബന്ധിതമാണെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ മേ ഇംപ്ലിമെന്റ് എന്ന് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്? മേ ഇംപ്ലിമെന്റ്. ഇനി ഈ സർക്കാർ ആ പദ്ധതി നടപ്പാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? തീർന്നില്ല. എന്തുകൊണ്ടാണ് പുതിയ സർക്കാർ വന്നപ്പോൾ കേന്ദ്രം സംസ്ഥാന സർക്കാരിനൊരു കത്തയച്ചത്? എന്താണ് PMC പദ്ധതിയിൽ നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചത്?